Hello all, welcome to Handcrafty. I know I am posting it very late ഹിയർ. എന്നാലും ഞാൻ വീഡിയോ എടുത്തതുകൊണ്ടും എൻ്റെ ലൈഫിൽ കുറച്ച് പ്രഷ്യസ് മൊമെൻറ്റ്സ് ആയതുകൊണ്ടും ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. എനിക്ക് ക്രിസ്മസൊക്കെ കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബീൻ്റെ ഫാമിലിയിലും ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണതായിരുന്നു. മോർണിംഗ് ഞാനും ബി ആൻഡ് പുണ്യ നമ്മളോട് ആർത്തം ആർക്കിടെക്ചറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. പുണ്യ വന്നിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ ലുലു പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സീക്രട്ട് സാന്റ സെലിബ്രേഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലുലുവിനുള്ളിലെ ക്രിസ്മസ് സെക്ഷൻ എന്നാണ് നമ്മൾ ആദ്യം പോയത്. ബിക്കോസ് ഐ വാസ് അട്രാക്റ്റഡ് ടു എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നു. അവിടെ മുന്നേ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊന്നും മേടിക്കാനൊന്നും പറ്റില്ല, ബി ഒന്നും മേടിക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇത്തവണ ചെന്നപ്പോഴത്തേക്കും തിരക്ക് കുറവുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഓൺ എ ക്രിസ്മസ് ഡേ. ആൻഡ് ഈ ഒരു ട്രീ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര നല്ല ബുഷി ആയിട്ടുള്ള ട്രീ ആയിരുന്നു. നോർമലി കാണുന്ന ട്രീനെ കാട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് ആയിരുന്നു നോർമൽ ട്രീസൊക്കെ നമ്മൾ കാണാറുള്ളത്. പിന്നെ നമ്മൾ ക്യാപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്, ബട്ട് മേടിച്ചില്ലായിരുന്നു. അതായിരുന്നു സംഭവിച്ചത്. ബിക്കോസ് നോർമലിനെ കാട്ടിയിട്ട് നല്ല റേറ്റ് ആയിരുന്നു ലുലുവിൽ. നമ്മളിപ്പോൾ പുറത്ത് 50K കിട്ടണം, ഇവിടെ 100 ഒക്കെ. അപ്പോൾ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. 1 ഡേ ജസ്റ്റ് ഒരു 1 അവറിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ മേടിക്കണ വേസ്റ്റ് അല്ലേ. അതുകൊണ്ട് മേടിച്ചില്ലായിരുന്നു. നമ്മൾ എനിവേ കുറച്ച് ഗിഫ്റ്റ് മേടിച്ചു. ഞാനും ബീം സിമിലർ ഗിഫ്റ്റാണ് മേടിച്ചത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഗിഫ്റ്റൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ കിട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കും ഇഷ്ടമല്ലാത്തതെന്ന് ഞാൻ തിങ്ക് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ബീക്ക് അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. കിട്ടുമ്പോൾ ഹാപ്പിയാണ്, പക്ഷേ കൊടുക്കണതിന് വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. ബട്ട് എനിക്ക് കൊടുക്കാനായാലും കൊടുക്കുമ്പോഴായാലും എൻ്റെ ഒരു യുണീക്നെസ്സിൽ കൊടുക്കണമെന്നുള്ളത് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, മാക്സിമം പറ്റുമ്പോഴൊക്കെ. ആൻഡ് ക്രിസ്മസ് ടൈം വരുമ്പോഴത്തേക്കും അത് വേറൊരു ഫീലിംഗ് ആണ്. ഐ സ്റ്റിൽ റിമെമ്പർ നമ്മൾ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഗേൾസ് എല്ലാവരും എല്ലാ വർഷവും ഒരു സീക്രട്ട് സാന്റയുടെ ഇടാറുണ്ട്. അത് നമ്മൾ നേരത്തെ കൂട്ടിയിടും, സോ ദാറ്റ് നമുക്കൊരു 20 ദിവസം മുന്നേ അല്ലെങ്കിൽ 15 ദിവസം മുന്നേ അറിയാൻ പറ്റും നമ്മളുടെ ആർക്കാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് അതുകൊണ്ട് തന്നെ അന്ന് തൊട്ട് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുത്തു തുടങ്ങും. ആൻഡ് എല്ലാവരുടെ റൂമിൻ്റെ ഫ്രണ്ടിലും കുഞ്ഞ് ബോക്സസ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. അതിൽ നമുക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് സ്ട്രേഞ്ച്ലി അത് കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ ആരെങ്കിലും ത്രൂ ഒക്കെ കൊടുക്കാറുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ഭയങ്കര നല്ലൊരു കാര്യമായിരുന്നു. എനിക്കിപ്പോഴും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ കുഞ്ഞ് ഒരു ഫംഗ്ഷനായാലും വെച്ചതെന്ന് വെച്ചാൽ ഐ വോണ്ടഡ് ടു എൻജോയ് ഇറ്റ്. നമ്മൾ വലുതാവും തോറും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മിസ് ചെയ്യാറുണ്ട്. എനിവേ ഇപ്പോൾ ഇവിടെ ഫാമിലി ഉണ്ട്, ഇതുപോലെ തന്നെ പുണ്യമുണ്ട്, അങ്ങനെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് കരുതിയത്, കുഞ്ഞ് ഒരു ഫംഗ്ഷനായിട്ട് നടത്താമെന്ന് കരുതിയത്. ആൻഡ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിൽ ഫുഡ് സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ബിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി. ബിക്ക് അവിടെ നിന്ന് ലൈക്ക് ചിക്കൻ മോമോസ് ആയിരുന്നു മേടിച്ചത്. ആൻഡ് എനിക്ക് ബി വന്നിട്ടൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു തന്നു. ഗിഫ്റ്റ് മേടിച്ചതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു എനിക്കിത് വേണമെന്ന്. സോ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ഒരു ബോക്സാണ് പറഞ്ഞത്. ആൻഡ് അതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് കഴിച്ചൊക്കെ നോക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നമുക്ക് ഫുഡ് മേടിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ലൈറ്റായിട്ട് കഴിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആഫ്റ്റർനൂണുള്ള ലഞ്ച് കുറച്ച് ഹെവി ആയിട്ടുള്ള ബിരിയാണിയൊക്കെ ആയിരുന്നു. ബിരിയാണി നമുക്ക് പോണ വഴിക്ക് തന്നെ പാഴ്സൽ മേടിക്കും. ഇന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നോർമലി എൻ്റെ വീട്ടിൽ എല്ലാ ക്രിസ്മസിനും വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാറാണുള്ളത്. സോ ഇതാണ് ഫസ്റ്റ് ടൈം ഞാൻ വീട്ടിലാണെങ്കിലും വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാത്തൊരു ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭയങ്കര നല്ലതായിരുന്നു. നമുക്ക് കുറച്ചൊന്ന് ഹെക്റ്റിക് അല്ലാത്ത രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. ബിക്കോസ് നമുക്ക് ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് വേണമായിരുന്നു വീട്ടിൽ പോകാൻ വേണ്ടി. അടുത്തുള്ള ഷോപ്പിൽ നിന്നായിരുന്നു ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലുലുവിൻ്റെ അടുത്തുള്ള ഗ്രാൻഡിയോസിൽ നിന്ന് നമ്മൾ സുർബിയൻ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ പ്ലം കേക്ക് വന്നിട്ട് പന്തലിൻ്റെ മെച്ചുവർഡ് പ്ലം കേക്കായിരുന്നു മേടിച്ചത്. നോർമൽ ഒരു സാധാരണ വൈനായിരുന്നു. ആൻഡ് ദിസ് വാസ് അവർ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീൻ്റെ വീഡിയോ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതായിരുന്നു ക്രിസ്മസ് ട്രീ പകൽ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്രിസ്മസ് ട്രീ ആയിരുന്നു ഞാൻ ഇതുവരെ ചെയ്തതിൽ. ആൻഡ് ഇതായിരുന്നു നമ്മൾ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഉണ്ണിയേശുവും അവരുടെ എല്ലാവരും കൂടെ വന്നിട്ട് അത് നല്ലൊരു സെറ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഷോർട്സൊക്കെ ഞാൻ എടുത്തതെല്ലാം പോയിട്ടുണ്ട്. ഒരു 28 മിനിറ്റിൻ്റെയൊക്കെ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മിസ്സായതായിരുന്നു. എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തതും വൈൻ കുടിച്ചത് അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതും അതൊക്കെ മിസ്സായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ കളിച്ച ഗെയിംസിൻ്റെ മാത്രം ഒരു ടൈം ലാപ്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഇപ്പം ആഡ് ചെയ്തേക്കുന്നത്. നൈസായിരുന്നു ഗെയിംസൊക്കെ വന്നിട്ട്. നമ്മൾ ലൈക്ക്
കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഗെയിംസും കളിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫണ്ണായിട്ടുള്ള ഗെയിംസും കളിച്ചു. സോ ഓണത്തിന് ശേഷം ഇതുപോലൊരു പരിപാടി ഇപ്പോഴാണ് സെറ്റ് ചെയ്യാൻ പറ്റിയത്. നന്ദിനീനെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു ഇതിൽ. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് ഓവറോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് ക്രിസ്മസ് ഫോർ മീ. ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. രാവിലെ തൊട്ട് പ്ലാൻ ചെയ്ത് എല്ലാം നന്നായിട്ട് നടന്നായിരുന്നു. ഇതിന് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഇവിടെ ആഡ് ചെയ്യുവാണ് ഫ്രം അവർ സെലിബ്രേഷൻ. സോ ദാറ്റ്സ് Merry Christmas. Merry Christmas.